തമിഴ്നാട് മുഖ്യമന്ത്രി വിജയോട് എനിക്കിപ്പോൾ ഇത്തിരി ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. കാരണം വിജയ് തിരിച്ചറിഞ്ഞു CJP എന്ന് പറയുന്നത് കുഴപ്പമാണ്. അങ്ങനെ 14-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് CJPയിൽ വിദ്യാർത്ഥികൾ ചേരുന്നതും പ്രവർത്തിക്കുന്നതും നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് തമിഴ്നാട് സർക്കാർ ഇറക്കി. ഇന്നിപ്പോൾ അത് പിൻവലിച്ചു. പിന്നെ ആ ഉത്തരവിനകത്തൊരു കുഴപ്പമുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ സ്വാതന്ത്ര്യമാണ്, സംഘടനാ സ്വാതന്ത്ര്യമൊക്കെ ഭരണഘടനാ വിരുദ്ധമാണ്. അത് നിരോധിക്കാൻ പറ്റില്ല. സമ്മർദ്ദം കൊണ്ടാണ് പിൻവലിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. ലീഗൽ അഡ്വൈസ് കിട്ടി കാണും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, അതും യുവാവെന്ന് പറയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിക്ക് CJP കുഴപ്പമാണ് എന്ന് തോന്നിയെങ്കിൽ അതിനൊരു കയ്യടി വേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം ഈ CJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആളുകൾ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതൊരു ശരിയായ രീതിയിൽ പോകുന്നൊരു പ്രസ്ഥാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതു സംഘടനയും സെൽഫ് റെഗുലേറ്റഡ് ആയിരിക്കണം. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അനാർക്കി അല്ല, അൺലിമിറ്റഡും അല്ല, അൺറെഗുലേറ്റഡും അല്ല. അതായത് നമ്മുടെ ഭരണഘടന അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല. ഞാൻ പറയുന്നത് ഇന്ത്യൻ സങ്കല്പത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം എന്നാണ് അർത്ഥം. അല്ലാതെ അനാർക്കി എന്നല്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം. ആ ആത്മനിയന്ത്രണത്തെയാണ് സ്വരാജ് എന്ന് മഹാത്മാഗാന്ധിയൊക്കെ വിശേഷിപ്പിച്ചത്. ആത്മനിയന്ത്രണമാണ് വേണ്ടത്. അവനവനെ നിയന്ത്രിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യം. ആരെയും അനിയന്ത്രിതമായുള്ള ജീവിതം അരാജകത്വമാണ്. ദൗർഭാഗ്യവശാൽ CJP ലക്ഷ്യം വെക്കുന്നത് അരാജകത്വമാണ്, സ്വാതന്ത്ര്യമല്ല. ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമാണ്. ഈ വ്യത്യാസം ഒന്നുകിൽ കാണാതിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടിട്ട് കണ്ണടച്ച് കളയുന്നു. അങ്ങനെ നടക്കട്ടെ എന്ന് വെക്കുന്നു. അതല്ലെങ്കിൽ ഇത് നടക്കട്ടെ എന്ന് വെക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇവർ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. CJP ജൻ ഇസഡായാലും ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പക്കാരായതുകൊണ്ട് മാത്രം അവർക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പത്തിൻ്റെ അടിസ്ഥാന ശിലകൾ മാറ്റാൻ അധികാരം കൊടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ നിയമങ്ങളൊന്നും അംഗീകരിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്നും അംഗീകരിക്കണ്ട. സുപ്രീം കോടതിയെ പോലും അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഇല്ല, സുപ്രീം കോടതിയെ അംഗീകരിക്കില്ല, ഒന്നിനെ അംഗീകരിക്കില്ല. വാക്ക് ശ്രദ്ധിച്ചോ സാർ? സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞെങ്കിൽ സുപ്രീം കോടതിയോട് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യും. സുപ്രീം കോടതിയോട് ആർക്കാ നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുക? എന്തൊരു ധിക്കാരമാണ്! ഇവരാരാണ്? ഈ 140 കോടി ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഇവർക്ക് ആരധികാരം കൊടുത്തു? സാർ, ഇപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടു. കാശ്മീരാണേ. കാശ്മീരിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള വഴി പട്ടാളം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പട്ടാളം ഒരു വഴി അടച്ചു എന്ന് പറഞ്ഞാൽ മതിയായ കാരണങ്ങൾ പട്ടാളത്തിലുണ്ടാവും. അപ്പോൾ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ട് നിൽക്കുകയാണ്. അതൊരു സ്ത്രീ, അവർ പറയുകയാണ്, ഞങ്ങൾ ജൻസിയാണ്, ഞങ്ങൾക്ക് അവകാശമുണ്ട് ഇതിൽ പോകാൻ, നിങ്ങൾ ആരാണ് ഇങ്ങനെ അടയ്ക്കാൻ? നിങ്ങൾ കാശ്മീരിലെ ജനങ്ങളെ ലോക്ക് ചെയ്തിരിക്കുന്നു, ഇപ്പം ഞങ്ങൾ ടൂറിസ്റ്റുകളെ ലോക്ക് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ജൻസി അവരുടെ വികാരങ്ങൾ മാനിക്കണം. हम लोग पैसे देके घूमने आते हैं या फिर ये सब टॉलरेट करने आते हैं? ताला लगा दिया इन्होंने, कश्मीरियों के साथ तो करते हैं, अब बाहर के टूरिस्टों के साथ भी कर रहे हैं। देखो इन्होंने किसी ताला लगा दिया, अपना नाम भी नहीं बताया और वहां चले गए। ये देखो यहाँ पे कोई भी जवाबदारी के लिए कोई नहीं बैठा है यहाँ पर അല്ല, ജൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്ത് നിയമമൊന്നും ബാധകമാകാത്തൊരു വിഭാഗമാണ്. അതെ, അങ്ങനെ കുറെ അല്ല, അങ്ങനെയാണെങ്കിൽ അതല്ല എന്ന് അവരോട് നമുക്ക് പറയേണ്ടി വരും. ജൻസി ആണെങ്കിൽ എവിടെയും പോകാമെന്നല്ല. പട്ടാളം കാശ്മീർ പോലുള്ളൊരു സ്ഥലത്ത്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വഴി അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കാണും. ആ കാരണം മുഴുവൻ ഇവിടുന്ന് ചെല്ലുന്ന ടൂറിസ്റ്റുകളോട് വിശദീകരിക്കാൻ ഒരു പട്ടാളത്തിനും ബാധ്യതയില്ല. കാരണം അവിടെ പോയിട്ട് അവിടെ 18 പേര് മരിച്ച സ്ഥലമാണ്. 26 പേരെ വെടിവെച്ച് കൊന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ജൻസിക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ സുരക്ഷിതത്വം, ആ ജൻസി ഇങ്ങനെ പറഞ്ഞ കക്ഷിയെ അറസ്റ്റ് ചെയ്തിട്ട് പരിശോധിക്കേണ്ടതാണ്. എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് അറിയേണ്ടതാണ്. അവരാരായിരുന്നാലും ആരാണ്? ഇന്ന് വൈറലായ ഒരു വീഡിയോ ആണ്. പട്ടാളത്തിന് നേരെ ആക്രോശിക്കുകയാണ്. എന്നിട്ട് കൂടെ ഉള്ളവരോട് പറയാം, നമുക്ക് ഇടിച്ചു തള്ളി കയറാം. പക്ഷെ ആരും പോയില്ല. ഇടിച്ചു തള്ളി കയറാന്ന എന്താ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്? ജൻസി എന്നുള്ള വാക്ക്, അല്ല, ജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വമായി. ഭരണഘടന ബാധകമല്ല, നിയമം സ്ഥാപനങ്ങൾ ബാധകമല്ല, നിയമം ബാധകമല്ല.
ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ജൻസിയുടെ അതേ ഭാവത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ജൻസി അല്ലാത്തവർക്കും അവകാശമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അല്ല, ഈ ജെൻസി എന്ന് പറയുന്ന ആളുകളുടെ അതേ പ്രായത്തിലുള്ള ഇവരുടെ കൂടെ അല്ലാത്ത ആളുകൾ വേറെ ഒരുപാടുണ്ട്. ഉണ്ട്, അവർക്കും ചെറുപ്പക്കാരും അധികാരം. ഉണ്ട്. ഈ 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 2000 3000 വരുന്ന ജൻസികൾക്ക് തീരുമാനമെടുക്കാൻ ഒരു അവകാശവും ഇല്ല എന്ന് ഉറക്കെ പറയേണ്ട കാലം കഴിഞ്ഞു. വിജയ്ക്ക് ഇത് മനസ്സിലായി കാണുമോ? വിജയ് ഇങ്ങനെ ഉത്തരവിറക്കിയത്? അല്ല, വിജയെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് വിജയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് പുതുമഴക്ക് മുളക്കുന്ന തകര എന്ന് കേട്ടിട്ടില്ലേ? ആ പുതുമഴക്ക് മുളക്കുന്ന തകര പോലെയാണ്. ഇതൊരു ജനകീയ പ്രസ്ഥാനമാണെന്ന് പറയാൻ പറ്റില്ല. ജനകീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു രീതിയുണ്ട്. അപ്പോൾ പറയും ഇതൊക്കെ പഴയതാണ്, തന്ത വൈബ് കൊണ്ട് പറയുന്നതല്ല. ഏത് വൈബായാലും ശരിയാണ്, ഒരു ക്രമം ഉണ്ടാകണ്ടേ? പിന്നെ അതിനൊരു സംവിധാനം വേണ്ടേ? അല്ലാതെ എങ്ങനെയാണ് ഒരു പൊതു ജീവിതത്തിലും പൊതുരംഗത്തും പ്രവർത്തിക്കാൻ കഴിയുക? പൊതുജീവിതത്തിലും പൊതുരംഗത്തും പ്രവർത്തിക്കാൻ വരുന്നവർക്ക് അതിൻ്റെ ഒരു സംഗതി വേണ്ടേ? അപ്പോൾ അത് ഇപ്പോൾ ഇദ്ദേഹം അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ വേറെ ആരാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷം? എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? 1%. ഇന്ത്യയിലെ മൊത്തം ജനങ്ങളിൽ 1% മാത്രം വോട്ട് കിട്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ ഇടതുപക്ഷത്തിന് വേറെ ഒന്നുമില്ല. ആകെ കണ്ണൂരിൽ നിന്നും ഈ പ്രദേശത്തു നിന്നും കിട്ടിയേക്കുന്ന വോട്ടാണ് ഈ 1% മാറിയത്. വേറെ എവിടെ നിന്നാണ്? ബംഗാളിലില്ല. തമിഴ്നാട്ടിൽ പിന്നെ DMKയുടെ കൂടെ നിന്നിട്ടായിരുന്നു ജയിച്ചുകൊണ്ടിരുന്നത്. അത് ഞാനും മുതലച്ചേട്ടനും എന്ന് പറയുന്ന രീതിയിലാണ്. ഞാനും മുതലച്ചേട്ടനും കൂടി ഒരാളെ തിന്നു എന്നാണ് പറയുന്നത്, ഉറുമ്പ് പറയുന്നത്. മുതല നിന്ന സമയത്ത് മുതലയുടെ പുറത്ത് ഉറുമ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു തരി എവിടെന്നോ കിട്ടി. ഇല്ല, എവിടെ കിട്ടാ? ഒന്നും കിട്ടിയില്ല. മുതലച്ചേട്ടൻ നിന്നപ്പോൾ ഞാൻ മുതലച്ചേട്ടൻ്റെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളായി. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ CPM എന്നോ CPI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ആരാണ് മൈൻഡ് ചെയ്യുന്നത്? അതിന്റെ നേതാവായിട്ട് നടന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ പേര് D. രാജ. ജയലളിതയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് ജയലളിത കൊടുത്ത ഭിക്ഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ അംഗത്വം. ജയലളിതയെ പോലെ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ടൊരു നേതാവിൻ്റെ കാലിൽ പാദനമസ്കാരം ചെയ്ത് ഒരു രാജ്യസഭാ സീറ്റ് നേടി അതിൽ അഭിരമിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ആര് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? CPI. അവരാണ് ഈ വാചകടിക്കുന്നത്. അവരൊക്കെ പറയുന്നതല്ലല്ലോ. ഈ രാജ്യത്ത് വേറെ ഒരുപാട് ജനങ്ങൾ, 140 കോടി ജനങ്ങളുണ്ട്. വ്യത്യസ്ത ആശയഗതിക്കാരുണ്ട്. ആ വ്യത്യസ്ത ആശയഗതിക്കാരായ മൊത്തം ജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാൻ ഒരു CJPക്കും അധികാരമില്ല എന്ന് അവരോട് പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ല, വിജയുടെ തീരുമാനത്തിന് പിന്നിൽ ഇപ്പം തമിഴ്നാട്ടിൽ ഒരു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട് കന്യാകുമാരിയിൽ. ഇതൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെ CJP സമരം പോലെ വളർന്നു അല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ആരെങ്കിലും ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ആ സ്ഥാപനം നശിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള സമരം അഭികാമ്യമാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. ലോകം ആരംഭിച്ച കാലം തുടങ്ങി ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിൽ. നമുക്കറിയാം, ഏറ്റവും സുപ്രസിദ്ധമോ കുപ്രസിദ്ധമായ ആത്മഹത്യകളൊക്കെ ഉണ്ടല്ലോ. മറ്റേ എന്താണ്, ക്ലയോപാട്രയുടെ മുതൽ ഇങ്ങോട്ടുള്ള ക്ലയോപാട്രയുടെ ആത്മഹത്യയുണ്ട്, ഹിറ്റ്ലറുടെ ആത്മഹത്യ, നമ്മുടെ കേരളത്തിൽ ഇടപ്പള്ളി, അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ ഇതനുസരിച്ച് നോക്കേണ്ട പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഞാൻ ഈ അടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ജനസംഖ്യയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഈ ശതമാനക്കണക്ക് നോക്കുന്ന സമയത്ത് വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷെ ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസങ്ങളാണ് വരുന്നത്. പക്ഷെ എന്തായാലും ശരിയാണ്, മനുഷ്യർ സ്വയം മരിക്കാൻ തീരുമാനിക്കുന്നത് ഒരു നല്ല കാര്യം അല്ല, തെറ്റാണ്. കാരണം ജീവിതത്തെ നമ്മൾ നേരിടുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ജനനം നമ്മുടെ ചോയ്സ് അല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ മരണവും നമ്മുടെ ചോയ്സ് ആകണ്ട. ഇവിടെ ചോയ്സ് ഉണ്ടെങ്കിൽ അവിടെയും ചോയ്സ് ആക്കാം. ഇത് നമ്മുടെ ചോയ്സ് അല്ലാത്തത് കൊണ്ട് അതും നമ്മുടെ ചോയ്സ് ആകുന്നതിൽ യുക്തിയില്ലായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു അയുക്തികമായൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ
ആ സ്ഥാപനത്തെ തന്നെ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ളൊരു സമരത്തിലേക്ക് നീങ്ങുന്നത് ഒരു നല്ല കാര്യമാണ്. ഈ അടുത്തുണ്ടായിരുന്നു, MA കോളേജിലുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ സമരം മാർ അത്തനേഷ്യസ് കോളേജിൽ. ഞങ്ങൾ പറയണതൊക്കെ അംഗീകരിച്ചിട്ട് പോയാൽ മതി എന്നാണ്. ഇതൊരു തരം ഭീഷണിയല്ലേ, തീവ്രവാദമല്ലേ? നിങ്ങൾ സ്ട്രെങ്ത് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ടം വന്നിട്ട് അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പലിനോട് ഞങ്ങൾ പറയണതൊക്കെ അംഗീകരിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നതിന് തീവ്രവാദമൊന്നുമില്ലേ പറയേണ്ടത്? അതല്ലേ തീവ്രവാദം? അതും തീവ്രവാദമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ജെൻസി എന്ന് ജെന്നിസഡാ ജെൻസി എന്ന് പറയുമല്ലോ, അതുകൊണ്ടാണ് ജെൻസി എന്ന് പറയുന്നത്. ജെൻസി. അപ്പോൾ ഈ ജെൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നീതീകരിക്കപ്പെടില്ല, പെടാനും പാടില്ല. അല്ല, ഈ തെരുവിലിറങ്ങുന്ന ജെൻസികളല്ല ആ പ്രായത്തിലുള്ളവരിലെ മഹാഭൂരിപക്ഷം. ഇല്ല, ഇപ്പം ഡൽഹിയിൽ നമ്മൾ TV കണ്ടതല്ലേ, ഇല്ലേ? എത്ര പേരുണ്ടായിരുന്നു ജെൻസികൾ? ഇനി മാത്രമല്ല, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ജെൻസി. പിന്നെ ഒരു കാര്യം കൂടി ദയവ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. 24 ലക്ഷം പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ 24 ലക്ഷം പേർക്കും പ്രവേശനം കൊടുക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിനും കഴിയില്ല. മെഡിസിനും എൻജിനീയറിങ്ങിനും ഒക്കെ എന്ന് വെച്ചാൽ അഭിരുചിയുള്ളവർ പരീക്ഷ എഴുതിയിട്ട് അതിൽ ഏറ്റവും യോഗ്യരായിട്ടുള്ളവരെ എടുത്തു വെക്കാൻ പറ്റുള്ളൂ. ആ പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷ ക്യാൻസൽ ചെയ്യാം. പരീക്ഷ ക്യാൻസൽ ചെയ്ത് അന്വേഷണം ഏർപ്പെടുത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് വേറെ ടെസ്റ്റ് നടത്തി ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷമാണ് ജെൻസി സമരം ചെയ്തത്. എനിക്ക് വ്യക്തമായ ഒരു ആക്ഷേപം ഇവർക്കെതിരെ ഉള്ളതെന്ന് വെച്ചാൽ അലക്സാണ്ടർ സോറസ് ആരാന്നറിയാമോ? ജോർജ് സോറസിന്റെ മൂത്ത മകൻ. ശരിയാണ്. ഈ അടുത്തിടെ കല്യാണം ഉണ്ടായിരുന്നു, അത് രാഹുൽ ഗാന്ധി അതിന് പോയി എന്ന് പറയുന്നത്. അല്ലല്ല, ഇയാൾക്ക് ഒരുപാട് പ്രായമുണ്ട്. അതെയോ? പിന്നെ അയാളുടെ മക്കളുടെ ആയിരിക്കും ചിലപ്പോൾ കല്യാണം. അടുത്തൊരു സോറോസിന്റെ മകന്റെയോ ചെറുമകന്റെ കല്യാണം രാഹുൽ ഗാന്ധി പോകും. കാരണം അവർ ബന്ധുക്കളാണ്. അതെ, അവർ പോയിട്ടുണ്ടാകും. അല്ല, അതിനകത്ത് ഈ അലക്സാണ്ടർ സോറോസിന്റെ ഒരു സംഘടനയുണ്ട്, NGO. ലോകത്ത് വിദ്യാർത്ഥി സമരങ്ങൾക്ക് മാത്രം പണം കൊടുക്കുന്ന സംഘടനയാണ്. എൻ്റെ ചോദ്യം, ജെൻസി പറയുന്ന ഈ കോക്രോച്ച് പാർട്ടിക്ക് ഈ വിദ്യാർത്ഥി ജോർജ് സോറോസിൻ്റെ സംഘടനയിൽ നിന്ന് ഇവർ പണം സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിശദമാക്കണം. എനിക്ക് സംശയമുണ്ട്. ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ ഈ അഭിജിത് ദീപ്കെ, അയാൾ അമേരിക്കയിൽ നിന്നാണ് വന്നത്. ഈ സൗരവ് ദാസിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻ പെടുന്നു. ഇന്ത്യൻ പൗരത്വം പോലും ഇല്ല എന്ന് പറയുന്നു. നേപ്പാളിയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ലിബറലായി അങ്ങോട്ട് അങ്ങേ അറ്റത്തെത്തിയപ്പോൾ തോന്നിയവനൊക്കെ ഇവിടെ വന്ന് ജീവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇറ്റാലിയൻ പൗരത്വം സ്വീകരിച്ച് മാത്രം ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ സോണിയാഗാന്ധി ഇടപെട്ടത്? അതെ. എന്ത് അധികാരം? ഇറ്റാലിയൻ പൗരത്വം ഉണ്ടായിരുന്നപ്പോൾ 1983 വോട്ടർ പട്ടികയിൽ പേര് വന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കാൻ വിദേശ പൗരന്മാർക്ക് അവകാശം കൊടുക്കത്തക്ക വിധത്തിൽ ലിബറലിസം വന്നതുകൊണ്ട് സംഭവിച്ച ദുരന്തമാണ്. ആ ലിബറലിസം അനുവദിക്കാനും പറ്റില്ല. ഏതായാലും വിജയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത് ചില ബുദ്ധിയുള്ള ചിലരും ഉണ്ട് എന്ന്. അല്ല, വിജയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഉണ്ടാകും. ആ കാരണം എന്താണെന്നും കൂടി വിജയ് പറയട്ടെ. നമുക്ക് കാത്തിരിക്കാം.